കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCom സെക്കൻഡ് സെമസ്റ്റർ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ചാപ്റ്റർ 8 ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. We know that human is an important element in organization setup. The man, material, machinery and money. They are the four factors of production. നമ്മൾക്കറിയാം ഓരോ ബിസിനസ് സ്ഥാപനത്തിലും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലേസ് ആണ് മാൻ എന്ന് പറയുന്ന ഹ്യൂമൻ എലമെൻറ്റിനുള്ളത്. The success stories of many business organizations depends on the hard work of efficient human workforce of the organization. പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ ആർക്കിടെക്ചേഴ്സ് ഉള്ള സ്ഥാപനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൺസൾട്ടൻസി സർവീസുകളായിരിക്കാം. അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ പലപ്പോഴും അവരുടെ പ്രോഫിറ്റിൻ്റെ മെയിൻ ബേസിക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മെയിൻ റീസണബിൾ ഫാക്ടർ എന്ന് പറയുന്നത് അവിടെയുള്ള ഹ്യൂമൻ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ മോഡേൺ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ 21st സെഞ്ച്വറിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എലമെൻ്റ് ആണ് ഹ്യൂമൻ എലമെൻറ്റ് ആൻഡ് HD ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. And up to these days or in traditional accounting practice we are considering human element as a resource. നമ്മൾ അതുവരെയൊക്കെ ഇപ്പോൾ 21ാം നൂറ്റാണ്ട് വന്ന് നമ്മൾ ഏറ്റവും പുതിയ രീതിയിലുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഹ്യൂമൻ എലമെൻറ്റിനെ കൺസിഡർ ചെയ്തിരുന്നത് ഒരു റിസോഴ്സ് ആയിട്ടായിരുന്നു. നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പല പല റിസോഴ്സുകളിൽ പ്രധാനപ്പെട്ട ഒരു റിസോഴ്സായി മാത്രമാണ് ഹ്യൂമൻ എലമെൻറ്റിനെ കണ്ടിരുന്നത്. പക്ഷേ 21ാം നൂറ്റാണ്ട് എത്തിയപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആശയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആശയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കൺസിഡറിങ് ഹ്യൂമൻ എലമെൻറ്റ് ആസ് ആൻ എൻഡ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഈ റിസോഴ്സ് എന്നുള്ള ആ ഹ്യൂമൻ എലമെൻറ്റ് എന്ന് പറയുന്നത് വെറും റിസോഴ്സ് ആണ് എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഹ്യൂമൻ എലമെൻറ്റ് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ എൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ വർക്ക് ഫോഴ്സിനെ ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ആശയത്തിലാണ് ഈ 21ാം നൂറ്റാണ്ടിൽ എത്തിയപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ പുതിയ കൺസെപ്റ്റ് പ്രകാരം ഹ്യൂമൻ റിസോഴ്സിനെ ഒരിക്കലും ഒരു റിസോഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു എൻഡ് എന്നുള്ള രീതിയിൽ കൂടി കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ വൈൽ കാൽക്കുലേറ്റിംഗ് ദ ഓപ്പറേഷണൽ റിസൾട്ട് ഓഫ് എ ഫേം വി ഹാവ് ടു അനലൈസ് അബൌട്ട് ദ കറക്റ്റ് വാല്യൂ ഓഫ് ഹ്യൂമൻ വർക്ക് ഫോഴ്സ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ സാധാരണ സ്ഥാപനങ്ങളിൽ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള അസറ്റ്സിനെ എല്ലാം അസറ്റ്സിൻ്റെ വാല്യൂ, കോസ്റ്റ് പ്രൈസ്, ഡിപ്രീസിയേഷൻ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് ബാക്കി എല്ലാ അസറ്റുകളെയും കറക്റ്റ് ഫിഗറിലാക്കി റെക്കോർഡ് ചെയ്ത് വയ്ക്കാറുണ്ട്. ലയബിലിറ്റീസുമായി കമ്പയർ ചെയ്യാറുണ്ട്. ഇൻകം എക്സ്പെൻസ് കമ്പയർ ചെയ്തിട്ട് ഓരോ വർഷത്തെയും ഓപ്പറേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാറുണ്ട്. ഓപ്പറേഷണൽ റിസൾട്ട് ആയിട്ടുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലെ യഥാർത്ഥ പ്രവർത്തന റിസൾട്ട് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് എമൗണ്ട് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള അസറ്റ്സിനെ വാല്യൂ ചെയ്യുന്ന അതേപോലെ തന്നെ ഹ്യൂമൻ എലമെൻറ്റിനെയും വാല്യൂ ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തിലെ വർക്ക് ഫോഴ്സിനെ വാല്യൂ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് വാല്യൂ എത്രയാണ് അതും ലയബിലിറ്റീസുമായി മറ്റുള്ള അസറ്റ്സിനെ പോലെ തന്നെ ഹ്യൂമൻ എലമെൻറ്റിൻ്റെ അസറ്റിൻ്റെ കറക്റ്റ് വാല്യൂ വെച്ച് പരിഗണിച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കറക്റ്റായിട്ടുള്ള വർക്ക് റിസൾട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ആ എഫക്റ്റ്, എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഹ്യൂമൻ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഹ്യൂമൻ എലമെൻ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ആസ് എൻ എൻഡ്. അപ്പോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയി അല്ലെങ്കിൽ എത്രത്തോളം എഫിഷ്യൻ്റായി എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ സ്ഥാപനത്തിലെ വർക്ക് ഫോഴ്സ് പ്രവർത്തിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തിൻ്റെ റിസൾട്ടിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്നുള്ള ആശയം വളരെ പുതിയ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്.
ആ പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ദ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ദ മെഷർമെന്റ് ഓഫ് കോസ്റ്റ് associated with recruiting, selecting, hiring, training, placing and developing the employees of an organization. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന നമ്മളുടെ ഈ പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് കോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി റെക്കോർഡ് ചെയ്ത് വെക്കുക, അസൈൻ ചെയ്യുക, അതിനെക്കുറിച്ച് വിശദമായ അനാലിസിസ് നടത്തുക തന്നെയാണ്. സാധാരണ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്യുകയല്ലേ. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ആദ്യം ചെയ്യുന്നത് മെഷർമെന്റ് ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ആ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന എലമെൻറ്റുമായി നമ്മൾക്ക് റിലേറ്റ് ചെയ്തു വരുന്ന എക്സ്പെൻസ് എത്രയാണ്, ആ കോസ്റ്റ് എത്രയാണ് എന്ന് മെഷർമെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ സെലക്ഷൻ, അവരുടെ റിക്രൂട്ട്മെൻറ്റ്, അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, അവരെ നമ്മുടെ സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന സാലറീസ്, വേജസ്, മറ്റ് റെമ്യൂണറേഷൻസ്, മറ്റ് അമ്യൂണിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും. അപ്പം നമ്മുടെ സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസിന് വേണ്ടി നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന ചെലവുകൾ അവ എത്രയാണ് എന്ന് മെഷർമെൻറ്റ് നടത്താം. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്സ് എടുക്കുന്നുണ്ടായിരിക്കും. അവർക്ക് ഫർദർ ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ നടത്തുക, അങ്ങനെ ഒരുപാട് ചിലവുകൾ എംപ്ലോയീസുമായി റിലേറ്റ് ചെയ്ത് വരും. ആ എംപ്ലോയീസുമായി റിലേറ്റ് ചെയ്തു വരുന്ന ചെലവുകളെ മെഷർമെൻറ്റ് നടത്തുക, അതിൻ്റെ അക്കൗണ്ടിങ് നടത്തുക, അതാണ് നമ്മൾ ഏത് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ന്യൂ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മുടെ അക്കൗണ്ടൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് മെഷർമെൻറ്റ് ഓഫ് എംപ്ലോയി റിലേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ എന്തെല്ലാം പ്രോസസ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് which include assigning, budgeting and reporting the cost of human resources incurred in an organization, including wages, salaries and training expense. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ, ന്യൂ അക്കൗണ്ടിങ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് എംപ്ലോയീസുമായി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും, നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളുമായി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ ചെലവുകളെയും കൃത്യമായി കണ്ടെത്തുക, ആ ചെലവുകളെക്കുറിച്ച് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് നടത്തുക, അതുപോലെ തന്നെ അവർക്ക് അതിന് വേണ്ട ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുക. ഫർദർ നെക്സ്റ്റ് പീരിയഡിൽ ഏകദേശം എത്ര ഹ്യൂമൻ എലമെൻറ്റിന് കോസ്റ്റ് ഇൻക്രീസ് വരും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ എത്രമാത്രം ചെലവാണ് ഇൻകർ ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി കണ്ടെത്തി വെക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും അതിനെ അടിസ്ഥാനമാക്കി ബഡ്ജറ്റുകളും റിപ്പോർട്ടുകളും പ്രിപ്പയർ ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏത് പ്രോസസ്സ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഇൻ സിമ്പിൾ സെൻസ് മീൻസ് ദ അക്കൗണ്ടിങ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ എലമെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസുമായി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും, എംപ്ലോയീസ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനെ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ, ആ റിസോഴ്സിനെ, ആ എൻഡിനെ നമ്മുടെ സ്ഥാപനത്തിൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾക്ക് എത്രമാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, അത് ഏതൊക്കെ രീതിയിലാണ് ആ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് വ്യക്തമായി അനലൈസ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. സോ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ എലമെൻറ്റിൻ്റെ, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനുള്ള എംപ്ലോയീസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ചെലവുകളുടെയും അക്കൗണ്ടിങ് ആണ്. And therefore HRA involves measurement and evaluation of human resource. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ആദ്യമായി വരുന്ന കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ അത് മെഷർ ചെയ്യാം. മെഷർമെൻറ്റ് ആൻഡ് വാല്യുവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്.
ദെൻ രണ്ടാമതായി പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ എലമെൻറ്റിനെ വാല്യൂ ചെയ്യും. ദെൻ ആ ഹ്യൂമൻ എലമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ പ്രസൻറ്റിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾക്ക് ഇങ്ങനെ അക്കൗണ്ട്സിൽ നമ്മൾ വാല്യൂ ചെയ്ത് എഴുതി വെച്ചിട്ടുള്ള ആ കാര്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യും. ദെൻ ലാസ്റ്റിൽ എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേറ്റിംഗ് റെലവൻറ്റ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹ്യൂമൻ റിസോഴ്സ് എലമെൻറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാനേജ്മെൻറ്റിനെയും മറ്റുള്ള എക്സ്റ്റേണൽ യൂസേഴ്സിനെയും അറിയിക്കുന്നു. അപ്പോൾ സാധാരണ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ നമ്മൾ പൈസയുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് ആദ്യം മെഷർമെൻറ്റ് നടത്തും, ദെൻ റെക്കോർഡ് ചെയ്യും, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ആ കാര്യങ്ങൾ മാനേജ്മെൻറ്റിനെയും മറ്റ് യൂസേഴ്സിനെയും അറിയിപ്പിക്കും. അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ എലമെൻറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യുന്നു. ആ വാല്യൂ ചെയ്ത മെഷർ ചെയ്ത് വാല്യൂ ചെയ്ത എമൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വയ്ക്കുന്നു. ദെൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് അത് ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ റെലവൻ്റ് ആയ ഇൻഫർമേഷൻസ് നമ്മുടെ എക്സ്റ്റേണൽ യൂസേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും അറിയിക്കുന്നു. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് തിയറിയുടെ ബേസിസ് ഓഫ് പ്രിമിസസ് എന്ന് പറയുന്നത്, ബേസ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് പീപ്പിൾ ആർ വാല്യുബിൾ റിസോഴ്സസ് ഓഫ് എൻ എൻ്റർപ്രൈസ്. മറ്റുള്ള റിസോഴ്സുകളെ പോലെ തന്നെ വളരെയധികം മൂല്യമുള്ള, നമുക്ക് കറക്റ്റായി അതിൻ്റെ മൂല്യം കണ്ടുപിടിക്കാൻ കഴിയുന്ന വളരെ എസെൻഷ്യലായ ക്രൂഷ്യലായ ഒരു റിസോഴ്സ് തന്നെയാണ് നമ്മുടെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ പീപ്പിൾ. അതാണ് ഫസ്റ്റ് ഐഡിയ. വാല്യുബിൾ റിസോഴ്സ് ആണ്, വളരെ അമൂല്യമായ ഒരു അസറ്റാണ്, നമ്മുടെ റിസോഴ്സാണ് ഹ്യൂമൻ എലമെൻറ്റ്. ദെൻ രണ്ടാമതായി പറയുന്നത് യൂസ്ഫുൾനെസ് ഓഫ് മാൻ പവർ. നമ്മുടെ ഈ മാൻ പവറിൻ്റെ ഉപയുക്തത അല്ലെങ്കിൽ അത് എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് എങ്ങനെ കണക്കാക്കാം? വിച്ച് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ വേ ഇൻ വിച്ച് ഇറ്റ് ഈസ് മാനേജ്ഡ്. നമ്മൾക്ക് ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് കിട്ടുന്ന നേട്ടം എങ്ങനെയായിരിക്കും, എന്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും? എത്ര നന്നായാണോ നമ്മൾ അത് മാനേജ് ചെയ്യുന്നത്, ഹ്യൂമൻ എലമെൻറ്റിനെ എത്രത്തോളം എഫക്റ്റീവായാണോ നമ്മൾ മാനേജ് ചെയ്യുന്നത്, അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ്സ്. അതാണ് രണ്ടാമത്തെ ബേസിക് ഐഡിയ. ദെൻ മൂന്നാമതായി പറയുന്നത് ഇൻഫർമേഷൻ ഓൺ ഹ്യൂമൻ റിസോഴ്സ്. വാല്യൂ ഓഫ് എൻ ഹ്യൂമൻ റിസോഴ്സ് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ എൻ്റർപ്രൈസ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, ഹ്യൂമൻ റിസോഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആർക്ക് ആവശ്യമാണ്? നമ്മുടെ എൻ്റർപ്രൈസിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്കൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇൻഫർമേഷൻ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ നമ്മൾക്ക് എത്രമാത്രം എക്സ്പെൻസ് ആണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾക്ക് എത്രമാത്രം ചിലവുണ്ട്, ഇതെല്ലാം എന്തിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്? നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനാണ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യുവേഷനും അതുപോലെ തന്നെ ആ ഹ്യൂമൻ റിസോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കോസ്റ്റുമൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ ഏതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ നമ്മൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു വിലപിടിച്ച റിസോഴ്സ് ആയിട്ടുള്ള ഹ്യൂമൻ എലമെൻറ്റിൻ്റെ റിലേറ്റഡ് കോസ്റ്റും അതിൻ്റെ മെഷർമെൻറ്റും റെക്കോർഡിങ്ങും അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതുമെല്ലാമാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. മെത്തേഡ്സ് ഓർ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. There are two types of methods. First one, cost based method and second one, value based method. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ
വാല്യൂ കണക്കാക്കുന്നത് പല രീതിയിൽ കണക്കാക്കാം. ഒരുപാട് രീതികളുണ്ട്. അതിനെ മെയിനായി നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ചെലവുകളെ അടിസ്ഥാനമാക്കിയുള്ള മെത്തേഡ്, കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ്, പിന്നെ ഒന്ന് വാല്യൂ ബേസ്ഡ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ്സിലെ ഫസ്റ്റ് മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച്. The historical cost approach, which was developed by W.C. Pyle and R.G. Barry 1967 USA. ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന രീതി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് W.C. പൈലും R.G. ബാരിയുമാണ് 1967. According to this method, the value of human resource is calculated on the basis of actual cost incurred for employing a person. It may be relating to the cost of recruitment, selection, education, training, etc. The actual cost of total of these expenses are capitalized and written off over the expected useful life of human resource. അതായത് ഈ ഫസ്റ്റ് മെത്തേഡിൽ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റിനും സെലക്ഷനും അപ്പോയിൻമെൻറ്റിനും ട്രെയിനിങ്ങിനും എഡ്യൂക്കേഷനും എല്ലാം കൂടി നമ്മൾക്ക് എത്ര രൂപയാണോ മൊത്തം ചിലവായിട്ടുള്ളത് ആ എമൗണ്ടിനെ ക്യാപിറ്റലൈസ് ചെയ്യും. എന്നിട്ട് ആ ക്യാപിറ്റലൈസ് ചെയ്ത എമൗണ്ട് പിന്നീട് എത്ര വർഷമാണ് ഈ ഹ്യൂമൻ റിസോഴ്സിന് എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം. എന്നിട്ട് അത്രയും വർഷം കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എ എന്ന് പറയുന്ന ഒരു വർക്കറുണ്ട്. ആ വർക്കർക്ക് 50 വയസ്സായി. എ എന്ന് പറയുന്ന വർക്കറുടെ ഏജ് 50 വയസ്സാണ്. അദ്ദേഹം 55 വയസ്സിൽ റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് 55 വയസ്സിലാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് ട്രെയിനിങ് നൽകാൻ വേണ്ടി നമ്മൾക്ക് 50,000 രൂപ ചെലവായി എന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന വർക്കർക്ക് ട്രെയിനിങ് നൽകാൻ വേണ്ടി 50,000 രൂപ നമുക്ക് ചിലവായി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പോൾ ഈ 50,000 രൂപയെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു. അതായത് മറ്റ് അസറ്റുകളുടെ വാല്യൂ പോലെ, ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന വാല്യൂ പോലെ ഈ 50,000 രൂപ നമ്മൾ ഈ എയുടെ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നു. ഇനി അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ 50 വയസ്സാണ്, 55 വയസ്സിൽ റിട്ടയർ ചെയ്യും. അപ്പോൾ എത്ര വർഷത്തെ ഇയേഴ്സ് ഓഫ് സർവീസ് ഉണ്ടെങ്കിൽ ബാക്കി 5 വർഷം. 5 വർഷത്തെ എഫക്റ്റീവ് ഇയേഴ്സ് ഓഫ് സർവീസ് ആണുള്ളത്. അപ്പോൾ ഈ 50,000 എന്ന് പറയുന്ന എമൗണ്ടിനെ 5 വർഷം കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ ഓരോ വർഷവും 10,000 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ മറ്റു ഫിസിക്കൽ അസറ്റ്സ് എങ്ങനെയാണോ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് ഡിപ്രീസിയേഷനും റൈറ്റ് ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് വാല്യൂലെസ് ആക്കി തീർക്കില്ലേ, അതേപോലെ ഹ്യൂമൻ അസറ്റിനെയും അതിന് എത്ര ചെലവാണ് നമ്മൾക്കുണ്ടായത് എന്ന് മനസ്സിലാക്കി ആ ടോട്ടൽ എക്സ്പെൻസിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. എന്നിട്ട് അതിനെ എഫക്റ്റീവ് ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ എഫക്റ്റീവ് ലൈഫിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഓരോ വർഷവും അതിൻ്റെ അൺഎക്സ്പയർഡ് എമൗണ്ട് ഉണ്ടായിരിക്കും. അൺഎക്സ്പയർഡ് എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് ചെയ്യുക? ഷോൺ ആസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR. അതായത് ഫസ്റ്റ് ഇയറിൽ ഇയാളുടെ വാല്യൂ 50,000, സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും 50,000-ൽ നിന്ന് നമ്മൾ 10,000 കുറയ്ക്കും, 40,000. ദെൻ 40,000-ൽ നിന്ന് 10,000 കുറയ്ക്കുമ്പോൾ 30,000, 20,000. ദെൻ ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്താവും? 10,000 ആവും. ആ വർഷം കൂടെ അത് റൈറ്റ് ഓഫ് ചെയ്താൽ കഴിയും. 5 വർഷം കഴിയുമ്പോഴേക്കും 50,000 രൂപ റൈറ്റ് ഓഫ് ചെയ്ത് പോയി. അപ്പോൾ ഈ അൺഎക്സ്പയർഡ് ആയിട്ട് 40,000, 30,000, 20,000 അതൊക്കെയാണ് ഓരോ വർഷത്തെയും ഇൻവെസ്റ്റ്മെൻ്റായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഫോഴ്സിന് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടി മൊത്തം എത്ര രൂപയാണോ ചെലവാക്കിയത് ആ എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. എന്നിട്ട് ആ ടോട്ടൽ ക്യാപിറ്റലൈസ് ചെയ്ത എമൗണ്ടിനെ എത്രയാണോ എഫക്റ്റീവ് ലൈഫ് ഉള്ളത്, എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സിൻ്റെ ലൈഫ് ഉള്ളത്, ആ ലൈഫ് വെച്ചുകൊണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ആ രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്. ദെൻ ഇതിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡ്, രണ്ടാമത്തെ അപ്രോച്ച് ഓഫ് HRA ആണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡ്. ആ പേരിൽ പറയുന്ന പോലെ തന്നെയാണ് റീപ്ലേസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരും. അതായത് എക്സിസ്റ്റിംഗ് ലേബർ വർക്ക് ഫോഴ്സിനെ റീപ്ലേസ് ചെയ്ത് പുതിയ ഒരാളെ നിയമിക്കുകയാണെങ്കിൽ, ആ സ്ഥാനത്ത് പുതിയ ലേബറേഴ്സ് വരികയാണെങ്കിൽ നമ്മൾക്ക് എത്ര രൂപയാണ് എക്സ്പെൻസ് ആയി നേരിടേണ്ടി വരുന്നത്, ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, വാല്യൂ ഓഫ് ഹ്യൂമൻ എലമെന്റ്. അപ്പോൾ റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റെൻസിസ് ലൈക്കാർട്ടും എറിക് ഫ്ലാംബോൾസും കൂടിയാണ്. അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റിന് HRA's വാല്യൂ ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് ദ ലേബറേഴ്സ് ഓർ എംപ്ലോയീസ്, നമ്മുടെ തൊഴിലാളികളെ റീപ്ലേസ് ചെയ്യാൻ എത്ര രൂപ ചെലവ് വരും, അതിനനുസരിച്ചാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ ദിസ് മെത്തേഡ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ കറന്റ് വാല്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഉണ്ടായിരിക്കും. അതിനെ ഇപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ എത്ര രൂപ വരുന്നു അതല്ലേ നോക്കുന്നത്. അതായത് കറന്റ് വാല്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, അതാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡിൽ രണ്ട് രീതിയിൽ നമ്മൾക്ക് റീപ്ലേസ്മെന്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ്, വ്യക്തികൾക്ക് പകരം വ്യക്തികളെ വെക്കുമ്പോൾ ആ വ്യക്തിക്ക് എത്ര രൂപ ചിലവാകുന്നു, ആ രീതിയിൽ നോക്കുന്ന പേഴ്സണൽ റീപ്ലേസ്മെന്റ് മെത്തേഡ് നോക്കാം. അതല്ലെങ്കിൽ പൊസിഷണൽ റീപ്ലേസ്മെന്റ്, ഏതെങ്കിലും ഒരു പൊസിഷൻ റീപ്ലേസ്മെന്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ A എന്ന് പറയുന്ന ഒരു സൂപ്പർവൈസർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സൂപ്പർവൈസർ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്യും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്യും, അതേപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറി മാറി ജോലി ചെയ്യുന്ന ഒരു സൂപ്പർവൈസറാണ്. അപ്പോൾ ആ വ്യക്തിക്ക് പകരം നമ്മൾ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനുള്ള ക്വാളിഫിക്കേഷൻസൊക്കെ പകരം അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്ക് വേണ്ടേ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറേ എക്സ്പെൻസ് ചിലവാക്കേണ്ടി വരും. അതാണ് പേഴ്സണൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ്. A എന്ന് പറയുന്ന വ്യക്തിക്ക് പകരം വേറൊരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര ചിലവ് വരുന്നു. ഇനി പൊസിഷണൽ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ ഈ A എന്ന് പറയുന്ന ആൾക്ക് പല പല പൊസിഷനിൽ ഇരിക്കാം. പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആവാം, പർച്ചേസ് സൂപ്പർവൈസർ ആവാം, അങ്ങനെ പല പല പൊസിഷൻ അയാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇനി പൊസിഷണൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പർച്ചേസ് മാനേജർ പിരിഞ്ഞു പോവാണ്. അപ്പോൾ ആ പർച്ചേസ് മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് നമ്മൾ പകരം ഒരാളെ വെക്കുന്നു. അപ്പോൾ ആ പിരിഞ്ഞു പോകുന്ന വ്യക്തിയുടെ എല്ലാ എബിലിറ്റീസും എല്ലാ ക്വാളിറ്റീസും ഒക്കെയുള്ള ഒരാളെ വേണം പകരം അപ്പോയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ആ പൊസിഷനിലേക്ക് അതേ ലെവലിലുള്ള ഒരാളെ റീപ്ലേസ് ചെയ്യുമ്പോൾ എത്ര രൂപയാണോ ചിലവ് വരുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊസിഷണൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീപ്ലേസ്മെന്റ് കോസ്റ്റ് പൊസിഷണൽ റീപ്ലേസ്മെന്റ് കോസ്റ്റും വരാം, പേഴ്സണൽ റീപ്ലേസ്മെന്റ് കോസ്റ്റും വരാം. രണ്ടാണെങ്കിലും റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് ദ എംപ്ലോയി. ഏതെങ്കിലും ഒരു എംപ്ലോയിയെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ആ കോസ്റ്റിനനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യുന്ന മെത്തേഡാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡ്.
അപ്രോച്ചസ് ഓർ മെത്തേഡ്സ് ഓഫ് HRയിൽ മൂന്നാമത്തെ മെത്തേഡാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ JS Lektiman and CH Jones. This is based on the economic concept of opportunity cost. Opportunity cost means the benefit or the value which is derived from the most profitable alternative use. നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന കാര്യത്തിനല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് ലഭ്യമാകുന്ന ലാഭം. അപ്പോൾ ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു എംപ്ലോയിക്കാണെങ്കിൽ തന്നെ ആ എംപ്ലോയിക്ക് പല പല ജോലികൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്ന ആളെ ഇപ്പോൾ നമ്മൾ പർച്ചേസ് മാനേജറായി അപ്പോയിൻറ്റ് ചെയ്യും. അദ്ദേഹത്തിന് സെയിൽസ് മാനേജറായും പ്രൊഡക്ഷൻ മാനേജറായും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായും എല്ലാം വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്തത് പർച്ചേസ് മാനേജറായിട്ടാണ്. അപ്പോൾ മറ്റുള്ള ആൾട്ടർനേറ്റീവ് കോഴ്സുകൾ, ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്, അതിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായി പോയാൽ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് പ്രോഫിറ്റബിൾ വാല്യൂ തൊട്ടടുത്ത ആൾട്ടർനേറ്റീവ് യൂസിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാല്യൂ നമുക്ക് ആ 5 ലക്ഷമായിട്ട് പരിഗണിക്കാൻ കഴിയും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ എലമെൻസിൻ്റെ ആൾട്ടർനേറ്റീവ് യൂസ് പരിഗണിക്കാം. ദെൻ ആ ആൾട്ടർനേറ്റീവ് യൂസിനെ അടിസ്ഥാനമാക്കി ഇവരുടെ വാല്യൂ തീരുമാനിക്കാം. അപ്പോൾ ദ പേഴ്സൺസ് ഹാവിങ് മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൾട്ടർനേറ്റീവ് യൂസ് ഹാവ് ഹയസ്റ്റ് വാല്യൂ ആൻഡ് ദേ ആർ കൺസിഡേർഡ് ആസ് ദ വാല്യുബിൾ അസറ്റ്സ് ഓഫ് അവർ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ആൾട്ടർനേറ്റീവ് യൂസ് എന്ന് പറയുന്നത് മുഴുവൻ പുറത്തായിക്കൊള്ളണമെന്നിരിക്കില്ല. നമ്മുടെ സ്ഥാപനത്തിന് പുറത്ത് എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ കഴിയും, അത് മാത്രമല്ല നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു എംപ്ലോയിക്ക് ചിലപ്പോൾ പല പല പോസ്റ്റുകളിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തുതന്നെ ആയാലും മറ്റുള്ള യൂസുകളിൽ ഏറ്റവും ലാഭകരമായ യൂസിൻ്റെ വാല്യൂ അതാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഹ്യൂമൻ എലമെൻറ്റ്സ് ഹാവിങ് മോസ്റ്റ് ആൾട്ടർനേറ്റീവ് യൂസസ് ആർ വാല്യൂഡ് അറ്റ് ഹയർ വാല്യൂ. ഏറ്റവും കൂടുതൽ ആൾട്ടർനേറ്റീവ് യൂസുള്ള ആൾക്കാർക്കും ഏറ്റവും ഹൈ വാല്യൂ ആയിട്ട് വരിക. അപ്പോൾ ടോട്ടൽ വർക്ക് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നുണ്ടായിരിക്കാം? ടോട്ടൽ വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ്സ് വിൽ ബി ഈക്വൽ ടു ദ അഗ്രഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ വാല്യൂസ്. ഓരോ വ്യക്തികളുടെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ അടിസ്ഥാനമാക്കിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ അഗ്രഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഹ്യൂമൻ എലമെൻറ്റിൻ്റെ ടോട്ടൽ വാല്യൂ. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ എന്ന മെത്തേഡാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ്. അടുത്ത മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. In standard cost method, we are ascertaining standard cost for different grades of employees for their recruitment, selection, payment of wages, training, education, etc. അപ്പോൾ ഓരോ വർഷവും ഡിഫറെൻറ്റ് ഗ്രേഡ്സിലുള്ള എംപ്ലോയീസിന് അവർക്ക് വേണ്ടി നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന ചെലവുകളുടെ സ്റ്റാൻഡേർഡ് മുൻകൂട്ടി തീരുമാനിച്ചു വയ്ക്കും. ദെൻ ആക്ച്വൽ എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആക്ച്വലും സ്റ്റാൻഡേർഡും കൂടെ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് നടത്താൻ കഴിയാം? വാരിയൻസ് അനാലിസിസ് നടത്താൻ കഴിയാം. സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാരിയൻസ് ഉണ്ടോ, അങ്ങനത്തെ വാരിയൻസ് അനാലിസിസ് ഒക്കെ നടത്താൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയ മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് വാട്സൺ. ആൻഡ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് വി ആർ predetermining the expected cost of different grades of employees and comparing these costs with the actual cost incurred and finding out if there are variance
and what are the reasons for variance, etc. Then അഞ്ചാമത്തെ മെത്തേഡാണ് റിട്ടേൺ ഓൺ എഫേർട്ട് എംപ്ലോയ്ഡ് മെത്തേഡ്. ഓരോ എംപ്ലോയീസും നമ്മുടെ സ്ഥാപനത്തിലെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി എത്രമാത്രം എഫേർട്സ് ആണ് എംപ്ലോയ് ചെയ്യുന്നത് എന്ന് നോക്കാം, അല്ലെങ്കിൽ എത്രമാത്രം എഫേർട്സ് ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈയിങ്, സെല്ലിങ്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ എംപ്ലോയീസ് എത്രമാത്രം എഫേർട്സ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നോക്കാം. ദെൻ അതിൽ നിന്ന് എത്ര റിട്ടേൺ, ഇവർ എംപ്ലോയ് ചെയ്ത എഫേർട്ടിൽ നിന്ന് എത്ര റിട്ടേൺ നമ്മൾക്ക് ലഭിച്ചു എന്ന് നോക്കാം. The quantity and quality of the efforts invested by the employees are rated. നമ്മൾ എന്ത് ചെയ്യും? ഈ എംപ്ലോയീസ്, നമ്മുടെ വർക്ക് ഫോഴ്സ്, അവർ ഇൻവെസ്റ്റ് ചെയ്ത എഫേർട്സിൻ്റെ ക്വാളിറ്റി നോക്കും, ക്വാണ്ടിറ്റി നോക്കും, അതിൽ നിന്ന് എത്രമാത്രം റിട്ടേൺ ആണ് നമ്മൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്, ഇതെല്ലാം മെഷർ ചെയ്യും. ആ റിട്ടേൺ ഒക്കെ വാല്യൂ ചെയ്യും. എന്നിട്ട് ഓരോരുത്തരുടെയും വാല്യൂ കണക്കാക്കും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ, ഈ റിട്ടേൺ ഓൺ എഫേർട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ എംപ്ലോയീസും എത്ര എഫേർട്സ് ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് എത്ര ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അതിനെ അടിസ്ഥാനമാക്കി ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് മെത്തേഡിൽ ഇനി ഒരു മെത്തേഡ് കൂടിയുണ്ട്, നമ്മുടെ പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ ഹ്യൂമൻ അസറ്റ്സിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്ന അടുത്ത മെത്തേഡാണ് എക്കണോമിക് ഓർ പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഇതിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹ്യൂമൻ അസറ്റ്സിൻ്റെ വാല്യൂ മെഷർ ചെയ്യും. അപ്പോൾ പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയുള്ള മെത്തേഡിലെ ഏറ്റവും ആദ്യത്തെ മെത്തേഡാണ് ഹെർമാൻസൺ മോഡൽ. Under Hermansen model, the value of human assets are calculated as the product of average efficiency ratio and the calculated value. നമ്മൾ ഹെർമാൻസ് മോഡലിൽ ഹ്യൂമൻ അസറ്റ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ വേജസ് ആൻഡ് സാലറീസ് ഫോർ 5 years, തൊട്ടടുത്ത ഈ എംപ്ലോയീസിൻ്റെ അടുത്ത 5 വർഷത്തേക്ക് അവർക്ക് നമ്മൾ കൊടുക്കുന്ന സാലറിയും വേജസ് ഉണ്ടാവും. ആ എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് തൊട്ടടുത്ത 5 വർഷത്തേക്ക് ഈ എംപ്ലോയീസിന് നമ്മൾ നൽകുന്ന സാലറീസും വേജസും അതിൻ്റെ ഡിസ്കൗണ്ടിങ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ആ വാല്യൂവിനെ ആവറേജ് എഫിഷ്യൻസി റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴാണ് ഹ്യൂമൻ അസറ്റ്സിൻ്റെ വാല്യൂ ഈ ഫസ്റ്റ് മെത്തേഡ് ഹെർമാൻസൺ മോഡലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിംഗ് മോഡൽ. ഈ ഫ്യൂച്ചർ ഏർണിംഗ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടിൽ റിട്ടയർമെൻറ്റ്, എത്ര വർഷമാണോ ആ എംപ്ലോയിക്ക് ഇനി റിട്ടയർമെൻറ്റ് ഉള്ളത്, അപ്പോൾ ആ റിട്ടയർമെൻ്റ് ആവുന്ന സമയം വരേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഏർണിങ്സ്, ആ ഏർണിങ്സിനെ ഡിസ്കൗണ്ടിങ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും. ദെൻ മൂന്നാമത്തെ മെത്തേഡ് റിവാർഡ്സ് ഇവാലുവേഷൻ മെത്തേഡാണ്. Rewards evaluation model method. Under this method, the present worth of service of employees expected during the period of employment. ഒരു തൊഴിലാളി അദ്ദേഹത്തിൻ്റെ മൊത്തം തൊഴിൽ കാലാവധിയിൽ എത്രയാണ് നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വർത്ത് ഉണ്ടായിരിക്കും, അവർക്ക് വേണ്ടി നമുക്ക് ചിലവാക്കാവുന്ന പൈസയുടെയൊക്കെ പ്രസൻറ്റ് വാല്യൂ കണക്കാക്കാം. അതിനനുസരിച്ച് ഹ്യൂമൻ അസറ്റ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോഡലാണ് റിവാർഡ്സ് ഇവാലുവേഷൻ മോഡൽ മെത്തേഡ്. ഇതെല്ലാം പ്രസൻറ്റ് വാല്യൂവിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന മോഡലാണ്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യും. ഇക്കണോമിക് ഓർ പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ നെക്സ്റ്റ് മെത്തേഡാണ് സെർട്ടിനിറ്റി ഈക്വലൻ്റ് മോഡൽ ഓർ നെറ്റ് ബെനിഫിറ്റ് മോഡൽ. ഈ
മെത്തേഡിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന നെറ്റ് ബെനിഫിറ്റ്, ടോട്ടൽ നെറ്റ് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതിനെ സെർട്ടനിറ്റി ഈക്വലന്റ് ഫാക്ടർ, അതായത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഹ്യൂമൻ അസറ്റ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അടുത്തതാണ് ചക്രബർത്തി മോഡൽ. ഈ മോഡലിൽ the total employees are divided into managerial and non-managerial. മൊത്തം എംപ്ലോയീസിനെ നമ്മൾ മാനേജീരിയൽ എംപ്ലോയീസ്, നോൺ മാനേജീരിയൽ എംപ്ലോയീസ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ആയി ഡിവൈഡ് ചെയ്യും. ദെൻ ഓരോ കാറ്റഗറിയുടെയും പെർട്ടിക്കുലർ അവരുടെ റിട്ടേൺസും അവർക്ക് വരുന്ന കോസ്റ്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പ്രസന്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ലാസ്റ്റ് മോഡലാണ് ദാസ്ഗുപ്ത മോഡൽ. ദാസ്ഗുപ്ത മോഡലിനെ ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാറുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയിക്കും വേണ്ടി ഒരു ഓർഗനൈസേഷനിൽ മൊത്തം എത്ര രൂപയാണോ ചിലവാകുന്നത്, ടോട്ടൽ കോസ്റ്റ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ എംപ്ലോയിയുടെ നെറ്റ് വാല്യൂ കണക്കാക്കുക, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഹ്യൂമൻ വർക്ക് ഫോഴ്സിനെ, ഹ്യൂമൻ എലമെന്റിനെ വാല്യൂ ചെയ്യുന്ന മെത്തേഡാണ് ദാസ്ഗുപ്ത മോഡൽ. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ ആകെ ഒരൊറ്റ ഇല്ലുസ്ട്രേഷനെ തന്നിട്ടുള്ളൂ ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് എ ഫേം ഹാസ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹5 lakh. 5 ലക്ഷം രൂപ ക്യാപിറ്റലും കൊണ്ടാണ് ഒരു സ്ഥാപനം അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. It has purchased fixed assets worth ₹2,50,000 in cash. 2,50,000 രൂപ കൊടുത്ത് ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലായി 1,30,000 ഉണ്ട്. ആൻഡ് ഇൻകേർഡ് ₹1,20,000 ഓൺ റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഫ്യൂ വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എത്ര രൂപ ചിലവാക്കി? 1,20,000 രൂപ. The value of engineers is assessed as ₹4 lakh. നമ്മുടെ എഞ്ചിനീയർമാരുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് എത്ര രൂപയായിട്ടാണ്? 4 ലക്ഷം രൂപയായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഹ്യൂമൻ അസറ്റ് എന്ന് പറയുന്ന മാനേജർമാർ, നമ്മുടെ എഞ്ചിനീയർമാരുടെ വാല്യൂ തീരുമാനിച്ചിട്ടുള്ളത് 4 ലക്ഷം രൂപയായിട്ടാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റ്സും ലയബിലിറ്റീസുമാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ അസറ്റ്സിൽ ആദ്യം മുതൽ നമ്മൾ വാങ്ങിച്ച അസറ്റുകളുണ്ട്. ഫിക്സഡ് അസറ്റ് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്? 2,50,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ ഹ്യൂമൻ അസറ്റ്സ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 4 ലക്ഷം രൂപയാണ് ഇൻഡിവിജ്വൽ വാല്യൂ. എഞ്ചിനീയേഴ്സിന് 4 ലക്ഷം. അപ്പോൾ ഇൻഡിവിജ്വൽ വാല്യൂ എന്ന് പറയുന്നത് 4 ലക്ഷം. ദെൻ അവർക്ക് വേണ്ടി നമ്മൾ എത്ര രൂപ ചെലവാക്കി? 1,20,000. അപ്പോൾ വാല്യൂ ഓഫ് ഫേംസ് ഇൻവെസ്റ്റ്മെന്റ് 1,20,000. ദെൻ 1,30,000 കറന്റ് അസറ്റ് ഉണ്ട്. 1,30,000. അങ്ങനെ അസറ്റ് സൈഡ് എഴുതുന്നു. ദെൻ ലയബിലിറ്റി സൈഡ് എഴുതുമ്പോൾ ക്യാപിറ്റൽ എത്ര രൂപയാണ്? 5 ലക്ഷം. നമ്മൾ അസറ്റ് ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ വാല്യൂ ചെയ്ത ആ ലയബിലിറ്റി ഹ്യൂമൻ അസറ്റ്സ് അത് നമ്മുടെ ലയബിലിറ്റിയാണ്. അത്രയും രൂപ കൊടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര രൂപയാണ്? 4 ലക്ഷം. അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ പൈസയായി ഇൻവെസ്റ്റ് ചെയ്തതുപോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് എന്തും ഹ്യൂമൻ അസറ്റ്സ്. അപ്പോൾ 5 ലക്ഷം 4 ലക്ഷം ടോട്ടൽ ചെയ്യാം. അപ്പോൾ 9 lakh. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡിൽ എന്തായി പോവും? ടാലിയായി 9 lakh എന്ന് പറഞ്ഞ് നമുക്ക് ടാലിയാവും. അപ്പോൾ ഹ്യൂമൻ അസറ്റ്സ് വാല്യൂ ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ മോഡേൺ കൺസെപ്റ്റ് പ്രകാരം ഹ്യൂമൻ അസറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും വാല്യബിളായ അസറ്റാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ലാഭത്തിൻ്റെ അളവ് തീരുമാനിക്കുന്നതിൽ വളരെയധികം പങ്കുള്ള ഒരു അസറ്റാണ് ഹ്യൂമൻ അസറ്റ്. അതേപോലെ തന്നെ അതിനെ അറ്റ് പ്രസൻറ്റിൽ വെറും ഒരു റിസോഴ്സായി മാത്രമല്ല ഒരു എൻഡായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത്രയുമാണ് നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്ററിൽ ഉള്ളത്.